എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വളരെ എക്സൈറ്റിംഗ് ആയ ഒരു കാര്യം തുടങ്ങാൻ പോവുകയാണ്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ SCRT ചാപ്റ്ററുകൾ ഇനി വെറുതെ വായിച്ചു പഠിക്കേണ്ട. ആനിമേഷനുകളിലൂടെയും കോഡുകളിലൂടെയും വളരെ രസകരമായി പഠിക്കാൻ സഹായിക്കുന്ന നമ്മുടെ പുതിയ ഡിജിറ്റൽ പഠന പരമ്പര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഈ വീഡിയോയുടെ അവസാനം ഈ പാഠത്തിൽ നിന്ന് മുൻപ് PSC ചോദിച്ചിട്ടുള്ള ലഭ്യമായ എല്ലാ ചോദ്യങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിന്ന് തുടങ്ങുന്നത് 9ാം ക്ലാസ് ഫിസിക്സിലെ ശബ്ദം അഥവാ സൗണ്ട് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ ശബ്ദമെന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് കേൾവി എന്നൊരു അനുഭവം ഉണ്ടാക്കിത്തരുന്ന ഒരു എനർജി ഫോമാണ്, അതായത് ഊർജ്ജരൂപമാണ് ശബ്ദം. ഇതിന്റെ ഏറ്റവും വലിയ സീക്രട്ട് എന്താണെന്നറിയാമോ? വൈബ്രേഷൻസ്, അതായത് കമ്പനം. ഒരു വസ്തുവും അതിനു ചുറ്റുമുള്ള വായുവും വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അടിസ്ഥാനപരമായി ശബ്ദമുണ്ടാകുന്നത്. ഒരു ഗിറ്റാറിന്റെ സ്ട്രിങ്സ് ആകട്ടെ, ട്യൂണിംഗ് ഫോർക്ക് ആകട്ടെ, ഇവയെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ വൈബ്രേഷൻ കൊണ്ടാണ്. ഇത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നൊരു കാര്യമുണ്ട്. ഈ ലോകത്തുള്ള പല ജീവികളും പല രീതിയിലാണ് ഈ വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന്, തേനീച്ചകൾ എങ്ങനെയാ ശബ്ദമുണ്ടാക്കുന്നത്? അവയുടെ ചിറകുകൾ അതിവേഗം കമ്പനം ചെയ്യിച്ചിട്ട്. എന്നാൽ നമ്മൾ മനുഷ്യരും ആനകളെപ്പോലുള്ള മൃഗങ്ങളുമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിലുള്ള വോക്കൽ കോഡുകൾ അഥവാ സ്വനതന്തുക്കളാണ് കമ്പനം ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ? ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ ഉണ്ടാകുന്ന കമ്പനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ചെവിയിലെത്തുന്നത്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം അഥവാ മാധ്യമം വേണോ? ഉറപ്പായും വേണം. നോക്കൂ, ഖരം, ദ്രാവകം അല്ലെങ്കിൽ വാതകം, ഇതിലേതെങ്കിലും ഒരു മാധ്യമമുണ്ടെങ്കിൽ മാത്രമേ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കൂ. വാക്വമിൽ, അതായത് ശൂന്യതയിൽ നിങ്ങൾ എന്തു വലിയ ശബ്ദമുണ്ടാക്കിയാലും ഒരു കാര്യവുമില്ല, അവിടെ ശബ്ദം സഞ്ചരിക്കില്ല. ഇനി പ്രകൃതിയിലേക്കൊന്ന് നോക്കിയാൽ, പാമ്പുകൾ ഇരപിടിക്കാനും രക്ഷപ്പെടാനുമൊക്കെ തറയിലൂടെയുള്ള ശബ്ദപ്രേഷണമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഡോൾഫിനുകളും തിമിംഗലങ്ങളും കടൽജലം ഒരു മാധ്യമമായി ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തുന്നത്. അപ്പോ ഈ മാധ്യമങ്ങളിലൂടെ ശബ്ദം എത്ര വേഗതയിലാണ് സഞ്ചരിക്കുന്നത്? 25 ഡിഗ്രി സെൽഷ്യസിലെ ഈ കണക്കുകളൊന്ന് നോക്കൂ. സ്റ്റീൽ പോലെയുള്ള കട്ടിയുള്ള ഖരവസ്തുക്കളിൽ ശബ്ദം പറക്കുകയാണ്. സെക്കൻഡിൽ 5944 മീറ്റർ. എന്നാൽ ദ്രാവകമായ കടൽജലത്തിലേക്ക് വരുമ്പോൾ അത് 1525 കുറയുന്നു. വാതകമായ വായുവിൽ അത് വെറും 347 മീറ്റർ പെർ സെക്കൻഡ് മാത്രമാണ്. എന്ത് വലിയ വ്യത്യാസമാണല്ലേ? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ചില കണക്കുകൾ കൂടി പറയാം. 25 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ അലുമിനിയത്തിൽ ഇത് 6420 മീറ്റർ പെർ സെക്കൻഡും, ശുദ്ധജലത്തിൽ 1485ഉം, ഹീലിയം വാതകത്തിൽ 968ഉമാണ്. ഇവിടെ നിങ്ങൾ ഒരിക്കലും മറക്കരുതാത്ത ഒരു ഗോൾഡൻ റൂളുണ്ട്. താപനില, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ശബ്ദത്തിന്റെ വേഗതയും കൂടുന്നു. PSC എക്സാമുകൾക്ക് ഇതെപ്പോഴും ഓർത്തുവെക്കുക. അപ്പൊ നമ്മൾ ശബ്ദം എന്താണെന്നും അതെങ്ങനെ സഞ്ചരിക്കുന്നുവെന്നും കണ്ടു. ഇനി എങ്ങനെയാണ് നമ്മുടെ ശരീരം ഇത് തിരിച്ചറിയുന്നത്? കേൾവി എന്ന പ്രക്രിയയിലേക്ക് വരാം. ഒരു ശബ്ദം നമ്മുടെ തലച്ചോറിലെത്തുന്നത് 5 ഘട്ടങ്ങളിലൂടെയാണ്. ആദ്യം വസ്തു വൈബ്രേറ്റ് ചെയ്യുന്നു. അത് തൊട്ടടുത്തുള്ള വായുവിൽ വളരെ വേഗത്തിൽ മർദ്ദവ്യത്യാസങ്ങളുണ്ടാക്കുന്നു. ഈ മാറ്റങ്ങൾ വന്ന് നമ്മുടെ ചെവിയിലെ ഇയർ ഡ്രമ്മിനെ അഥവാ കർണപുടത്തെ വൈബ്രേറ്റ് ചെയ്യിക്കും. അവിടെ നിന്നും നമ്മുടെ ഇന്നർ ഇയർ ഈ കമ്പനങ്ങളെ സിഗ്നലുകളാക്കി മാറ്റും. ഒടുവിൽ നമ്മുടെ ബ്രെയിൻ ആ സിഗ്നലുകൾ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ശബ്ദം കേൾക്കുന്നത്. എന്തൊരു ഗംഭീരമായ മെക്കാനിസമാണല്ലേ? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് കേൾക്കണമെങ്കിൽ 3 കാര്യങ്ങൾ മസ്റ്റാണ്. ഒന്ന്, ഉണ്ടാക്കാൻ ഒരു ശബ്ദസ്രോതസ്, സഞ്ചരിക്കാൻ ഒരു മാധ്യമം, കേൾക്കാൻ നമ്മുടെ ചെവി. കേൾവിയുടെ ഈ പ്രാധാന്യം ലോകത്തെ ഓർമ്മിപ്പിക്കാനാണ് മാർച്ച് 3 ലോക ശ്രവണ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അതുപോലെ കേൾവി പരിശോധിക്കാൻ ഓഡിയോമീറ്ററും കേൾവിക്കുറവ് പരിഹരിക്കാൻ ഹിയറിംഗ് എയ്ഡുമാണ് ഉപയോഗിക്കാറുള്ളത്. നമ്മൾ ഈ ഫിസിക്സും ബയോളജിയൊക്കെ പറയുമ്പോഴും കേൾവി മനുഷ്യന്റെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുകൂടി ചിന്തിക്കണം. ബീഥോവനെയും ഹെലൻ കെല്ലറെയും നിങ്ങൾക്ക് അറിയാമല്ലോ. കഠിനമായ കേൾവിക്കുറവുണ്ടായിരുന്നിട്ടും അവർ അവരുടെ കഠിനാധ്വാനം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടുമാണ് ലോകമറിയപ്പെടുന്ന വിജയം നേടിയത്. എന്തു വലിയ ഇൻസ്പിറേഷനാണത്! എക്സാമിന് ഈ 5 ഉപകരണങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഞാൻ പെട്ടെന്ന് പറയാം. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഓസിലോസ്കോപ്പ്, ശബ്ദപരീക്ഷണങ്ങൾക്ക് സോണോമീറ്റർ, റെക്കോർഡ് ചെയ്തത് പ്ലേ ചെയ്യാൻ ഫോണോഗ്രാഫ്, കേൾവിക്കുറവുള്ളവർക്ക് വ്യക്തമായി കേൾക്കാൻ സഹായിക്കുന്ന ഓഡിയോഫോൺ, ഒപ്പം പ്രകാശരശ്മികൾ വഴി ശബ്ദം സംരക്ഷണം ചെയ്യാൻ ഫോട്ടോഫോൺ. ഈ 5 പക്ക ആയിരിക്കണം കേട്ടോ.
രാത്രിയിൽ ഒരു പടക്കം പൊട്ടുമ്പോഴുണ്ടായ വെളിച്ചം കണ്ട് കൃത്യം 3 സെക്കൻഡിനു ശേഷം നിങ്ങൾക്കതിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ സ്ഫോടനം നിങ്ങളിൽ നിന്ന് എത്ര അകലെയായിരിക്കും നടന്നത്? ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ പറ്റുമോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിന്റെ പിന്നിലെ ലോജിക് എന്താണെന്നറിയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞ വേഗത തന്നെ. പ്രകാശത്തിന്റെ വേഗത നോക്കൂ. 3 × 10⁸ മീറ്റർ/സെക്കൻഡ്, അതായത് കണ്ണടച്ച് തുറക്കുന്ന വേഗത. അതുകൊണ്ടാണ് പൊട്ടുമ്പോൾ തന്നെ നമ്മൾ വെളിച്ചം പെട്ടെന്ന് കാണുന്നത്. എന്നാൽ ഈ ചോദ്യപ്രകാരം വായുവിലെ ശബ്ദത്തിന്റെ വേഗത ഇവിടെ ഏകദേശം 350 മീറ്റർ/സെക്കൻഡ് മാത്രമേ വരുന്നുള്ളൂ. വെളിച്ചത്തെ അപേക്ഷിച്ച് ശബ്ദം പതുക്കെ വരുന്നതുകൊണ്ടാണ് ഈ 3 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഫോർമുലയാണ്. ദൂരം സമം വേഗത ഗുണം സമയം. ഡിസ്റ്റൻസ് ഈക്വൽസ് സ്പീഡ് ഇൻടു ടൈം. ഇവിടെ ശബ്ദത്തിന്റെ സ്പീഡ് 350ഉം സമയം 3 സെക്കൻഡുമാണല്ലോ. അപ്പോ 350നെ 3 വെച്ച് ഗുണിച്ചാൽ മതി. ഉത്തരം 1050 മീറ്റർ, അതായത് 1 കിലോമീറ്ററിലും കുറച്ചു കൂടുതൽ. നമ്മളിനി ഈ പാഠവുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുമായ ഒരു ടോപ്പിക്കാണിത്. റെഡിയല്ലേ? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ തീം നോക്കാം. മാധ്യമവും വേഗവും, അതായത് മീഡിയം ആൻഡ് സ്പീഡ്. ശബ്ദതരംഗങ്ങൾ എങ്ങനെയാണ് പലതരം വസ്തുക്കളിലൂടെ ട്രാവൽ ചെയ്യുന്നത് എന്ന് നോക്കാം. ദാ ഈ ചോദ്യം നോക്കൂ. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് ഏത് മാധ്യമത്തിലാണ്? വായു, സമുദ്രജലം, അലൂമിനിയം, ഹീലിയം. ഇതാണ് ഓപ്ഷനുകൾ. ഒന്ന് ആലോചിച്ചു നോക്കേ. യെസ്, ശരിയായ ഉത്തരം അലൂമിനിയമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വാതകങ്ങളെക്കാളും ദ്രാവകങ്ങളെക്കാളും എപ്പോഴും ഖരവസ്തുക്കളിൽ, അതായത് സോളിഡ്സിലാണ് ശബ്ദത്തിന് സ്പീഡ് കൂടുതൽ. ഇവിടെ അലൂമിനിയം ഒരു സോളിഡ് ആയതുകൊണ്ടാണ് അതിൽ വേഗത ഏറ്റവും കൂടുതലായിരിക്കുന്നത്. സിമ്പിളല്ലേ? ഇതേ കോൺസെപ്റ്റ് ഒന്നുകൂടി ക്ലിയറാക്കാൻ ദാ ഈ ചോദ്യം നോക്കാം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് അവസ്ഥയിലൂടെയാണ്? നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഉത്തരം ഖരവസ്തുക്കളിൽ തന്നെയാണ്. കാരണം ഈ സോളിഡ്സിൽ തന്മാത്രകൾ അഥവാ മോളിക്യൂൾസ് വളരെ തിങ്ങി നിറഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വൈബ്രേഷൻസ് വളരെ വേഗത്തിൽ പാസ് ചെയ്യപ്പെടും. പിന്നെ എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഏതെങ്കിലും ഒരു മീഡിയം തീർച്ചയായും വേണം. അതുകൊണ്ട് വാക്വത്തിൽ അഥവാ ശൂന്യതയിൽ ശബ്ദത്തിന് തീരെ സഞ്ചരിക്കാൻ കഴിയില്ല കേട്ടോ. അതായത് ഖരവസ്തുക്കളിൽ തന്മാത്രകൾ തമ്മിൽ വളരെ അടുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ശബ്ദം സൂപ്പർ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കും. എന്നാൽ വാക്വത്തിൽ എന്താണ് അവസ്ഥ? അവിടെ യാതൊരുവിധ മാധ്യമവുമില്ല. അതുകൊണ്ട് ശബ്ദത്തിന് ഒട്ടും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇതിന് പിന്നിലെ ബേസിക് സയൻസ്. ശരി, ഇനി ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ തെറ്റായവ കണ്ടെത്തുക. ആദ്യത്തെ 3 ഓപ്ഷൻസ് നോക്കൂ. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാവുന്നത്. പിന്നെ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അതുപോലെ ഒരാൾക്ക് സാധാരണയായി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ കേൾക്കാൻ കഴിയും. ഈ 3 കാര്യങ്ങളും സയന്റിഫിക്കലി 100% കറക്റ്റാണ്. അപ്പോൾ പിന്നെ തെറ്റായ പ്രസ്താവന 4ാമത്തേതായിരിക്കുമല്ലോ. അതായത് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എന്നത്. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞു. വായുവിലല്ല, ഖരവസ്തുക്കളിലാണ് ശബ്ദത്തിന് ഏറ്റവും സ്പീഡെന്ന്. നമ്മുടെ രണ്ടാമത്തെ തീമിലേക്ക് പോവാം. ഫ്രീക്വൻസീസ് ആൻഡ് ദ ഹ്യൂമൻ ഇയർ. അതായത് നമ്മൾ മനുഷ്യർ ബയോളജിക്കലി ഈ ശബ്ദങ്ങളെ എങ്ങനെയാണ് കേൾക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എക്സാമുകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. മനുഷ്യന്റെ ശ്രവണപരിധി, അതായത് ഹ്യൂമൻ ഹിയറിംഗ് റേഞ്ച് എത്രയാണ്? ആർക്കെങ്കിലും അറിയാമോ? അതെ, കൃത്യമായ ഉത്തരം 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഈയൊരു ഫ്രീക്വൻസി റേഞ്ചിനുള്ളിലുള്ള ശബ്ദങ്ങൾ മാത്രമേ സാധാരണ ഒരു മനുഷ്യന് വ്യക്തമായി കേൾക്കാൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയൂ, മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ഫ്രീക്വൻസിയുടെ ലോവർ ലിമിറ്റ് എത്രയാണ്? തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം വളരെ ക്ലിയർ ആണല്ലേ? അതെ, 20 ഹെർട്സ്. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് കൂടിയുണ്ട്. ഈ 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങളെ നമ്മൾ ഇൻഫ്രാസോണിക് എന്നാണ് വിളിക്കുന്നത്. നമുക്കത് കേൾക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ തിമിംഗലങ്ങളെപ്പോലുള്ള വലിയ ജീവികൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്നത് ഈ ഇൻഫ്രാസോണിക് തരംഗങ്ങളെയാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതൊന്ന് എളുപ്പത്തിൽ ഓർത്തുവെക്കാൻ വേണ്ടി നമുക്കിതിനെ കൃത്യമായി 3ആയിട്ട് തിരിക്കാം. നോക്കിക്കൊള്ളൂ. 20 ഹെർട്സിൽ താഴെയുള്ളവയെ ഇൻഫ്രാസോണിക് എന്ന് വിളിക്കുന്നു. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ, അതായത് 20,000 ഹെർട്സ് വരെ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ഹ്യൂമൻ ഹിയറിംഗ് റേഞ്ച്. ഇനി മൂന്നാമത്തത് 20 കിലോ ഹെർട്സിന് മുകളിലുള്ള ശബ്ദങ്ങൾ, അവയെ അൾട്രാസോണിക് എന്നും വിളിക്കുന്നു. ഈ 3 കാറ്റഗറികളും എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സ, രി, ഗ, മ, പ, ധ, നി
ഇതിൽ ഫ്രീക്വൻസി ഏറ്റവും കൂടിയ സ്വരം ഏതായിരിക്കും? വളരെ സിമ്പിളാണ് ഇതിന്റെ ലോജിക്. നമ്മൾ സൈൽ തുടങ്ങി നീയിലെത്തുമ്പോഴേക്കും ശബ്ദത്തിന്റെ ഫ്രീക്വൻസി പതുക്കെ പതുക്കെ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി നീ എന്ന സ്വരത്തിന് തന്നെയായിരിക്കും. ശരി, നമ്മൾ ശബ്ദത്തെ എങ്ങനെയാണ് അളക്കുന്നതെന്നും ടെക്നോളജിയിൽ ഇതിനെ എങ്ങനെ പ്രാക്ടിക്കലായി ഉപയോഗിക്കുന്നുവെന്നും നോക്കാം. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഇത്. ഇവിടെ ഓപ്ഷനുകളിൽ ഹെർട്സുമുണ്ട്, ഡെസിബിലുമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. ശ്രദ്ധിച്ചോളൂ, ശബ്ദത്തിന്റെ തീവ്രത അഥവാ ലൗഡ്നെസ് അളക്കുന്നത് ഡെസിബിലാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശബ്ദത്തിന്റെ ഫ്രീക്വൻസി അഥവാ പിച്ച് അളക്കുന്നതോ അത് ഹെർട്സിലാണ്. അപ്പോൾ ജനറലായിട്ട് ശബ്ദം അളക്കുന്ന യൂണിറ്റ് ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം ഡെസിബലാണ്. അടുത്ത ചോദ്യം നോക്കാം. ശബ്ദത്തിന്റെ കേൾവിശക്തി അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ആൻസർ ഓഡിയോമീറ്റർ എന്നാണ്. ആശുപത്രികളിലൊക്കെ കേൾവിക്കുറവ് കൃത്യമായി പരിശോധിക്കാൻ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഡിവൈസാണിത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഓഡോമീറ്ററുമായിട്ട് ഈ പേര് വെറുതെ മാറിപ്പോകരുത്. ഇത് ഓഡിയോമീറ്ററാണ്. നമ്മൾ നേരത്തെ അൾട്രാസോണിക് ശബ്ദങ്ങളെക്കുറിച്ച് പറഞ്ഞതോർക്കുന്നുണ്ടോ? സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഈ അൾട്രാസോണിക് വേവ്സ് തന്നെയാണ്. സമുദ്രത്തിന്റെ ആഴം അളക്കാനും അതുപോലെ മുങ്ങിക്കപ്പലുകളെ കണ്ടെത്താനുമൊക്കെ മനുഷ്യന് കേൾക്കാൻ കഴിയാത്തത്ര ഉയർന്ന ഫ്രീക്വൻസിയുള്ള ഈ തരംഗങ്ങളെയാണ് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നത്. വല്ലാത്തൊരു ടെക്നോളജി തന്നെയാണല്ലേ ഇത്. ആ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കിടിലനൊരു ചോദ്യം ഇതാ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാത്തത്? എക്കോകാർഡിയോഗ്രഫി, അൾട്രാസോണോഗ്രഫി, സ്റ്റെത്തസ്കോപ്പ്, പിന്നെ സോണാർ. ഇതൊന്നാലോചിച്ച് നോക്കേ. ഇതിൽ സ്റ്റെത്തസ്കോപ്പിലല്ലാതെ മറ്റെല്ലാ ഉപകരണങ്ങളിലും നമ്മൾ അൾട്രാസോണിക് തരംഗങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം സ്റ്റെത്തസ്കോപ്പ് പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും ശബ്ദത്തിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അഥവാ ബഹുല പ്രതിപതനം എന്ന പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ വേഗത, ഫ്രീക്വൻസി റേഞ്ച്, പിന്നെ ഉപകരണങ്ങൾ, ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ഈയൊരു സമ്മറി ചാർട്ട് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. യെസ്, അങ്ങനെ ഈ ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഈ ബേസിക്സ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഫിസിക്സിലെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയ വിഷയങ്ങൾ പഠിക്കാൻ ഇനി നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. പുതിയ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ സെഷൻ നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഏതെങ്കിലും ചാപ്റ്റർ വേണമെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു പഠന സമയം ആശംസിക്കുന്നു. ബൈ.